ഈ ലോകത്തില് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഇല്ല. പലവരും വന്ന് പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പാർട്ട്ണറിനെ കിട്ടുന്നില്ല. ഒരു പെണ്ണ് കാണലിന് പോകുമ്പോൾ എല്ലാവർക്കും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഉള്ളത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലിയുടെ കാര്യത്തില്, കുടുംബത്തിന്റെ കാര്യത്തില്, ലുക്സിന്റെ കാര്യത്തില് എല്ലാവർക്കും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ്. നമുക്കൊരിക്കലും എല്ലാം തികഞ്ഞൊരു പാർട്ട്ണറിനെ കിട്ടില്ല. എല്ലാം തികഞ്ഞൊരു പാർട്ട്ണറിനെ നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നമ്മൾ നോക്കണം. നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മുടെ മുന്നിൽ ഒരു തെറ്റ് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന, തിരുത്താൻ ശ്രമിക്കുന്ന ഒരു പാർട്ട്ണറിനെയാണ് കൺസിസ്റ്റന്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അല്ലാതെ കൺവിൻസിങ് പാർട്ട്ണർ അല്ല കേട്ടോ. കൺസിസ്റ്റന്റ് പാർട്ട്ണർ. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഒരു പാർട്ട്ണർ. അയാൾ തെറ്റ് വരുത്താം, അയാൾക്ക് ചിലപ്പോൾ പെർഫെക്ഷൻസ് ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ ഭയങ്കര ഭംഗിയൊന്നും കാണില്ല. പക്ഷെ ഒരു ചെറിയ തെറ്റ് വന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പ് അതോടുകൂടി നശിച്ചു എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അയാൾ അയാളുടെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ. കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് ബുധൻ ശുക്രനും ശുക്രൻ രാഹുലും ആവുമ്പോഴത്തേക്കും ചേരുന്ന ഒരു സാധനം അല്ല. അത് കാലങ്ങളോളം പണിയെടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ് ഈ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. കമ്പാറ്റബിലിറ്റി ഒരിക്കലും തുടക്കത്തിലെ തന്നെ ഉണ്ടാവണമെന്നില്ല. കമ്പാറ്റബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തെടുക്കണം, നമ്മൾ ട്രൈ ചെയ്തെടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും വർക്ക് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ് കമ്പാറ്റബിലിറ്റി. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.